ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്പനിയുടെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് കേട്ടോ. ഇൻഫോ പാർക്ക് യുണൈറ്റഡ് സ്പോർട്സ് സെന്ററിൽ വെച്ചിട്ടാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞ് ഒരു 9 ഒക്കെ ആയിട്ടുണ്ടാവും സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും. ഇത് നമ്മുടെ ഡേ 1 ആണ്. 2 ദിവസമായിട്ടാണ് മാച്ച് നടക്കുന്നത്. യൂട്യൂബ് ചാനലിലേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലായിടത്തും അഭിപ്രായം വന്നായിരുന്നു. ഈ ഓറഞ്ച് ടീഷർട്ട് ഇട്ട ചേട്ടൻ ഏതാണ്? ഐശ്വര്യ വേറെ ഐശ്വര്യ വേറെ അക്കൗണ്ട് കയറിയിട്ട് ഒന്ന് പോവച്ചേ. ഐശ്വര്യ അതേ കമന്റ് എടുത്ത് അവളാണെങ്കിൽ സംശയിച്ചു. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. യൂട്യൂബിലാണോ എവിടെയോ ഞാൻ and I'm thrilled to welcome you all to the Interland Badminton Championship season. Today we have 14 amazing teams ready to showcase their skills representing the boys categories. We have 10 teams. On the girls side, we have 4 powerhouse teams in the football. പ്രതീക്ഷ കണ്ട പുള്ളിക്കാരി മോന്ത പൊട്ടും. അതിന് വേണ്ടിട്ടാ ഞാൻ കാത്തിക്കണതാ. Let's give a big round of applause for all the players. They are step onto the court. Get ready for some exciting matches and let's make this season unforgettable. ഇതാണ് നമ്മുടെ ടീം. ടീംസിനെ കാണിച്ചോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. കുറച്ച് ഗ്ലൂക്കോസ് എടുക്കട്ടെ, വേണ്ടി വരും. 20 ബോയ്സ് ടീമും 4 ഗേൾസ് ടീമും ആണ് നമുക്ക് ടൂർണമെന്റിന് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2 കോർട്ടിലായിട്ടാണ് മാച്ച് നടക്കുന്നത്. അത് കാരണം പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ തൂഫാൻ കൂടി കളിയാണ്. തൂഫാനും ചേട്ടനും രവി ചേട്ടനുമാണ്. ഫസ്റ്റ് ഡേ മാച്ച് തീർന്നപ്പോഴത്തേക്കും ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും 1 മണിയായി. പിന്നെ അവിടെ നിന്ന് നേരെ ഇൻഫോ പാർക്കിനടുത്ത് ഈ 24/7 കരിക്ക് ഷേക്കൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും അവിടെ പോയി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കുടിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ചു പോയത്. ഇവരാണ് കേട്ടോ നമ്മുടെ ചാമ്പ്യൻസ്, കൃപയും ഷിൻസിയും. ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. കളിയൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് കപ്പങ്ങ് അടിച്ചെടുത്ത്. മാച്ചിന്റെ ഇടയ്ക്ക് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്ന നവ്യ പത്മനെ ആരും ശ്രദ്ധിക്കാതെ പോകരുത് കേട്ടോ. ട്രോഫി കൊടുക്കുന്നത് കമ്പനിയിൽ തന്നെ ഒരു സീനിയർ എംപ്ലോയി ആണ് കേട്ടോ. അപ്പോൾ 2 ടീംസിനും 5,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസും പിന്നെ ഓരോ ട്രോഫി വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇനിയൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.